بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ഷുഅറ 136 മുതൽ 144 വരെയുള്ള ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം. ഈ ആയത്തുകളിൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കാം. ഖാലു, ഈ പദത്തിൽ യഥാർത്ഥത്തിൽ ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫുമാണ്. ഇവ രണ്ടും തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഖാലു എന്ന് പാരായണം ചെയ്യണം. സവാഉൻ സവാഉൻ എന്ന് പറയുമ്പോഴുള്ള ദീർഘം അത് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും അലിഫിന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. സവാഉൻ അലൈന, തൻവീനും ശേഷം ഐനും വരുന്നു. സവാഉൻ അലൈന, ഇദ്ഹാർ ഹൽഖി നൽകി തൻവീനിനെ വെളിവാക്കേണ്ടതാണ്. അല്പം പോലും മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നർത്ഥം. സവാഉൻ അലൈന അവഅദ്ത, അലൈന എന്നതിലും ദീർഘം വരുന്നുണ്ട്. ആ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. വേർപിരിഞ്ഞത് എന്നാണ് മുൻഫസിൽ എന്നതിൻ്റെ അർത്ഥം. അലിഫും ശേഷം ഹംസയും രണ്ട് പദത്തിൽ വേർപിരിഞ്ഞാണ് വന്നത്. ഒരു പദത്തിൻ്റെ അന്ത്യത്തിൽ ദീർഘാക്ഷരവും അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലാണ് ഹംസയും വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് മുൻഫസിൽ എന്ന് ഈ ദീർഘത്തിന് പേര് പറയുന്നത്. ഇവിടെ നല്ലപോലെ ശ്രദ്ധിക്കണം. വാ നാവിൻ്റെ മുൻവശവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് വാഇൻ്റെ മഖ്റജ്. അതിന് തഫ്ഖീം നൽകേണ്ട ഹർഫാണ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ശേഷം ത ആണ്. തായിയായ അക്ഷരമാണ്. തായി യഥാർത്ഥത്തിൽ മഹ്മൂസും ഷദീദുമൊക്കെ ആയ അക്ഷരം. അതിനാണെങ്കിലോ തർക്കീഖുമാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അവ രണ്ടും അവ്യക്തമായി പോവാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അം ലം തകും, അം ലം. ഇവിടെ രണ്ട് സാക്കിനത്തായ മീമുകൾ ആവർത്തിച്ചു വരുന്നു. രണ്ടിനും ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കണം. അം ലം തകും മിനൽ വാഇദീൻ, തകും തകുൻ എന്ന സാക്കിനത്തായ നൂൻ പൂർണ്ണമായും ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകിക്കൊണ്ട് മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ശദ്ദുള്ള മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അം ലം തകും തകും മിനൽ വാഇദീൻ, നൂനിൻ്റെ ശബ്ദം അല്പം പോലും കേൾക്കുകയില്ല എന്നർത്ഥം. അൽ വാഇദീൻ, ഐന്, വാ, ഇതൊക്കെ ശ്രദ്ധിച്ചുച്ചരിക്കുക. വാഹിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. അപ്പോൾ എല്ലാ ഹർഫുകളും വ്യക്തമായി മഖ്റജിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ട് തെറ്റാതെ പാരായണം ചെയ്യണം. ഇൻ ഹാദാ ഇല്ലാ ഖുലുഖുൽ അവ്വലീൻ. ഇൻ ഹാദാ സാക്കിനത്തായ നൂനും ശേഷം ഹാഉം ഇദ്ഹാർ ഹൽഖി നൽകി നൂനിനെ വെളിവാക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഹാദാ എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. ഖുലുഖു, ഖാ ശേഷം ഖാഫ്, ലാമിന് ശേഷം ഖാഫ്. ഈ രണ്ട് അക്ഷരങ്ങൾക്കും ദമ്മാണ്. നിസ്ബിയായ തഫ്ഖീമാണ് നൽകേണ്ടത്. മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീം നൽകണം. ഖാഇനും ഖാഫിനും ദമ്മായതുകൊണ്ട്. ഖുലുഖു ഖുലുഖുൽ അവ്വലീൻ, അൽ അവ്വലീൻ. വാവ് ചുണ്ടുകളിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് വാവ് ഉച്ചരിക്കരുത്. വമാ നഹ്നു ബിമുഅദ്ദബീൻ, ദാല് വ്യക്തമാക്കി ഉച്ചരിക്കും. മുഅദ്ദബീൻ, അത് മുഅസ്സബീൻ എന്ന് സാ പോലെ ഒന്നും ആവാതെ സൂക്ഷിക്കണം. ഫകദ്ദബൂഹു ഫഅഹ്ലക്നാഹും, വീണ്ടും ദാല് ശദ്ദുള്ള ദാല് വന്നിട്ടുണ്ട്.
ഫകദ്ദബൂഹു ഫഅഹ്ലക്നാഹും. ഹാ പലപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോകും. പ്രത്യേകിച്ച് പരിശീലനമൊന്നും ആവശ്യമില്ലെങ്കിലും എല്ലാ ഭാഷകളിലും ഉച്ചരിക്കുന്ന അക്ഷരമാണ് ഹാ എങ്കിലും അഹ്ലക്നാഹും, അത് അഹ്ലക്നാഹും ഹാഇനോട് സാമ്യമായ ശബ്ദമൊക്കെ ആയി പലപ്പോഴും തെറ്റായി ഉച്ചരിക്കാറുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. ഫഅഹ്ലക്നാഹും, കാഫ് വ്യക്തമാക്കി അതിൻ്റെ സിഫത്തുകൾ നൽകി ഉച്ചരിക്കണം. അതിന് ഖൽഖല വരരുത്. ഫഅഹ്ലക് എന്ന് ശബ്ദം ചലിപ്പിക്കരുത്. ഫഅഹ്ലക്നാഹും ഇന്ന ഫീ ദാലിക ലആയ, ആവർത്തിച്ച് വരുന്ന വചനമാണല്ലോ. ഇന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദ. ലആയതൻ എന്നിടത്ത് വഖഫ് ചെയ്യുമ്പോൾ ഹാ തഅനീസ് സുകൂൻ നൽകി ഹായിനെ ഉച്ചരിക്കുകയാണ് വേണ്ടത്. ലആയ. വമാ കാന അക്സറുഹും മുഅ്മിനീൻ. അക്സറുഹും, നേരത്തെ കാഫിൻ്റെ ഉച്ചാരണം സൂചിപ്പിച്ചതുപോലെ ഇവിടെയും സാക്കിനത്തായ കാഫ് അതിൻ്റെ ഷിദ്ദത്തും ഹംസുമൊക്കെ കൊടുത്ത് ഉച്ചരിക്കുക. അക്സറു, റാഇന് തഫ്ഖീം കൊടുക്കണം. അക്സറുഹും മുഅ്മിനീൻ, രണ്ട് മീമുകളെയും ഷദ്ദുള്ള ഒറ്റ മീമാക്കി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സാക്കിനത്തായ മീമിനെ ശേഷമുള്ള മീമിൽ ലയിപ്പിക്കുക. ഇദ്ഗാം ശഫവി നൽകി ഉച്ചരിക്കുക. അക്സറുഹും മുഅ്മിനീൻ. മുഅ്മിനീൻ ഹംസ വ്യക്തമാക്കണം. മുഅ്മിനീൻ എന്നായി പോരുത്, മറിച്ച് മുഅ്മിനീൻ. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. വഇന്ന റബ്ബക, റാഇനെ തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ലഹുവൽ അസീസു, അത് ലഹുവ എന്ന് ഹായിന് സുക്കൂനൊന്നും ആയി പോവാതെ സൂക്ഷിക്കണം. ലഹുവ ലഹുവ ലഹുവൽ അസീസു, ഐന് ശ്രദ്ധിക്കുക, സായ് ശ്രദ്ധിക്കുക. എല്ലാം ശ്രദ്ധയോടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. അർ റഹീം, റാഇന് തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കുക. കദ്ദബത് സമൂദു, കദ്ദബത് സമൂദു, ശ്രദ്ധിക്കുക. ഇവിടെ കദ്ദബത് സമൂദു, കദ്ദബത് സമൂദു എന്നൊന്നും അവ്യക്തമായി അല്ലെങ്കിൽ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കാവതല്ല. കദ്ദബത് താ മഹ്മൂസാണ്, ഷദീദാണ്. അതിൻ്റെ ഹംസ അതിൻ്റെ സുക്കൂൻ വ്യക്തമാക്കണം. എന്നാൽ കദ്ദബത്ത് എന്ന് ഖൽഖല വരരുത്. കദ്ദബത് സമൂദു, കദ്ദബത് കദ്ദബത് എന്ന് പറയുമ്പോൾ ഹംസ് നഷ്ടപ്പെടാതെ ഉച്ചരിക്കണം. ശേഷം സ ആണ്, സ അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. അപ്പോൾ കദ്ദബത് സമൂദുൽ മുർസലീൻ. അൽ മുർസലീൻ, റാഇനെ തടിപ്പിച്ച് തഫ്ഖീം ചെയ്യണം. അൽ മുർസലീൻ, മുർസലീൻ സീന് സ്വാദായി പോവാതെ അതും ശ്രദ്ധിക്കേണ്ടതാണ്. മുർസലീൻ, അൽ മുർസലീൻ. ഇദ് ഖാല, ഖാഫും അലിഫും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. ലഹും അഖൂഹും സാലിഹ്, രണ്ട് സാക്കിനത്തായ മീം ആവർത്തിക്കുന്നു, രണ്ടും ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കണം. അഖൂഹും, ഖാഇന് നിസ്ബിയ തഫ്ഖീം കൊടുക്കണം. സാലിഹ്, സ്വാദിനും അലിഫിനും തഫ്ഖീം നൽകുക പൂർണ്ണമായും തന്നെ. ഇദ് ഖാല ലഹും, ഖാല നാം പറഞ്ഞു കഴിഞ്ഞു, ഖാഫിനും അലിഫിനും തഫ്ഖീം. അതുപോലെ ലഹും അഖൂഹും സാലിഹുൻ അലാ തത്തഖൂൻ. സാലിഹുൻ, ഹ വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് അഥവാ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കുക. തൻവീൻ വന്നിരിക്കുന്നു, അതിനുശേഷം ഹംസയാണ്. ഇൽഹാർ ഹൽക്കി നൽകി തൻവീനിനെ മണിക്കാതെ വെളിവാക്കണം. സാലിഹുൻ അലാ തത്തഖൂൻ. ഖാഫിന് നിസ്ബിയ തഫ്ഖീമാണ്, തത്തഖൂൻ എന്നതിൽ. ഇന്നി ലക്കും റസൂലുൻ അമീൻ, മുമ്പ് കഴിഞ്ഞു പോയ വചനം തന്നെയാണ്, ആവർത്തിക്കുന്നു. നാം സൂചിപ്പിച്ചിരുന്നു. ഇന്നി ഷദ്ദുള്ള നൂനിനെ മണിക്കണം. ലക്കും റസൂലുൻ, സാക്കിന തമീമും ശേഷം റാവുമാണ്.
ഇൽഹാർ ഷഫവിയാണ്. മീമിന് മണിക്കാതെ വെളിവാക്കുക. റായിനെ തഫ്ഖീം ചെയ്യുക. റസൂലുൻ എന്നതിലെ തൻവീനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹംസയാണ്. അമീൻ റസൂലുൻ അമീൻ ഫത്തഖുല്ലാഹ വഅതീഊൻ ഫത്തഖുല്ലാഹ മഹ്മൂസ അക്ഷരം ഖാഫ് നിസ്ബിയ തഫ്ഖീം ഇസ്തിഅലാന്റെ ഹർഫാണ്, ദമ്മാണ്. ഫത്തഖു അല്ലാഹ എന്ന ഇസ്മുൽ ജലാലയിൽ തഫ്ഖീം കൊടുക്കണം. ലാമിനെ തടിപ്പിച്ച് ഉച്ചരിക്കുക. വഅതീഊൻ താഇന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, ഏറ്റവും കുറഞ്ഞ കസ്റായതുകൊണ്ട്. ഫത്തഖുല്ലാഹ വഅതീഊൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قالوا سواء علينا أوعظت أم لم تكن من الواعظين إن هذا إلا خلق الأولين وما نحن بمعذبين فكذبوه فأهلكناهم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم كذبت ثمود المرسلين إذ قال لهم أخوهم صالح ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് നൽകിയ ഉപദേശങ്ങൾ, അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയതൊക്കെയാണ് കഴിഞ്ഞ വചനങ്ങളിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഭയാനകമായ ഒരു അന്ത്യദിനത്തിൻ്റെ ശിക്ഷയെ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു എന്ന് വരെ അദ്ദേഹം അവരോട് പറയുകയുണ്ട്. അവർ അതിന് നൽകുന്ന പ്രതികരണമാണ് ഇന്ന് നാം പാരായണം ചെയ്ത ഭാഗത്തിൽ കാണുന്നത്. ഖാലു അവർ പറയുകയാണ്, ഖാലു സവാഉൻ അലൈന അവഅൽത, നീ ഞങ്ങളോട് വാള് പറഞ്ഞിട്ടോ, അം ലം തകും മിനൽ വാഇദീൻ, നീ വാള് പറയുന്നവരുടെ കൂട്ടത്തിൽ പെടാഞ്ഞിട്ടോ, എന്തായാലും ഞങ്ങൾക്ക് സമമാണ്. എന്ന് വെച്ചാൽ നീ ഞങ്ങളെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, ഉപദേശകരിൽ പെടാത്തവനായി നീ കഴിഞ്ഞ് അങ്ങനെ ഉപദേശിക്കാതിരുന്നിട്ടും സമമാണ്, രണ്ടും സമമാണ്. ഞങ്ങളോട് പറഞ്ഞോ, ഞങ്ങളെ ഉപദേശിച്ചോ, ഉപദേശിക്കാണ്ടിരുന്നോ, എന്തു തന്നെയായിരുന്നാലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്ന് അവർ പറയുകയാണ്. വീണ്ടും അവർ പറയുന്നു, ഇൻഹാദ, ഇതല്ല, ഇല്ലാ ഖുലുഖുൽ അവ്വലീൻ, പൂർവികരുടെ കഴിഞ്ഞുപോയ കുറേ കാലത്തുണ്ടായിരുന്ന ആളുകളുടെ ആ ഒരു സ്വഭാവമല്ലാതെ മറ്റൊന്നുമല്ല. പലതും നീ ഇങ്ങനെ വന്ന് ഞങ്ങളോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളിതൊന്നും ചെവിക്കൊള്ളാൻ പോകുന്നില്ല. ഇതൊക്കെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ ഇങ്ങനെ മുമ്പും പലരും പറഞ്ഞു പോയിട്ടുണ്ട്. അത് ഒന്നും ഞങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറല്ല. ഖുലുഖുൽ അവ്വലീൻ ഐ ആദത്തുൽ അവ്വലീൻ, പൂർവികരുടെ സ്വഭാവവും അവരുടെ രീതിയും അല്ലാതെ മറ്റൊന്നുമല്ല. ഖുലുഖിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദത്ത്, അവരുടെ പതിവ്, അവരുടെ സമ്പ്രദായം, അതല്ലാതെ മറ്റൊന്നും അല്ല നീ പറയുന്നതൊക്കെ എന്ന് വീണ്ടും അവർ നിഷേധിക്കുകയാണ്. വമാ നഹ്നു, ഞങ്ങളല്ലതാനും, ബിമുഅദ്ദബീൻ, ശിക്ഷിക്കപ്പെടുന്നവർ. നീ ഇങ്ങനെ വലിയ ശിക്ഷ ഉണ്ടാകുമെന്നൊക്കെ ഞങ്ങളോട് താക്കീത് ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾക്കെവിടെ, ഞങ്ങൾക്കൊരു ശിക്ഷയും വരാൻ പോകുന്നില്ല, ഞങ്ങൾ യാതൊരു ശിക്ഷക്കും വിധേയരാകുന്നതല്ല. ശക്തന്മാരായ ആ ഖൗമ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ മറുപടിയായിരുന്നു അതൊക്കെ. അള്ളാഹു പറയുകയാണ്, ഫകദ്ദബൂഹു, അങ്ങനെ അവർ അദ്ദേഹത്തെ കളവാക്കുകയുണ്ടായി. ഫഅഹ്ലക്നാഹും, അങ്ങനെ നാം അവരെ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. നാം അവരെ നശിപ്പിച്ചു കളഞ്ഞു.
വഅമ്മ ആദും ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ അല്ലേ, സൂറത്തുൽ ഹഖയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു പലയിടത്തും ഹൂദ് നബി ജനതയുടെ സമുദായമായ ആദ് സമുദായത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ശക്തമായ കാറ്റടിച്ചുകൊണ്ട് അതിലൂടെ അള്ളാഹു ഘോരമായ ശിക്ഷ അവരുടെ മേൽ വർഷിപ്പിക്കുകയും അവരുടെ മേൽ ഇറക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് വീണ്ടും പലയിടങ്ങളിലും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ഇവിടെ അഹ്ലക്നാവും അവരെ നാം നശിപ്പിച്ചു എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന ഫീ ദാലിക ലആയ, നിശ്ചയമായും അതിൽ ദൃഷ്ടാന്തം തന്നെയുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, എന്നാൽ അധിക പേരും തന്നെ ഈ ദൃഷ്ടാന്തമൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അതുമില്ല. അവിശ്വാസികളായ ആളുകൾ താങ്കളോട് പ്രതികരിക്കുന്നത് ആ നിലക്ക് തന്നെ ആയിരിക്കും. പക്ഷെ അവർ ഒന്നും വിശ്വസിക്കാൻ തയ്യാറായിക്കൊള്ളണമെന്നില്ല. അവരിൽ അധിക പേരും മുഅ്മിനീങ്ങളല്ല, വിശ്വസിക്കുന്നവരല്ല. എന്നാൽ വഇന്ന റബ്ബക, നിശ്ചയമായും താങ്കളുടെ നാഥൻ രക്ഷിതാവ് റബ്ബ് ഹുവൽ അസീസു ലഹുവൽ അസീസുർ റഹീം, അവൻ അങ്ങേയറ്റം പ്രതാപവാനും കാരുണ്യവാനുമാണ് എന്ന് പറയുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. വീണ്ടും സമൂദ് ഗോത്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ ചരിത്രത്തിലേക്കും സൂചന നൽകിക്കൊണ്ട് അള്ളാഹു പറയുന്നു, കദ്ദബത് സമൂദുൽ മുർസലീൻ, സമൂദുകാർ മദായിൻ സാലിഹ് എന്നറിയപ്പെടുന്ന, നമുക്ക് കാണുവാൻ സാധിക്കും സൗദിയുടെ ഒരു ഭാഗത്ത് നിലകൊള്ളുന്ന പ്രദേശമാണ് മദായിൻ സാലിഹ്. സാലിഹ് നബിയുടെ പട്ടണങ്ങൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന സമൂദുകാരുണ്ടായിരുന്നു. അവരും യഥാർത്ഥത്തിൽ ദൂതന്മാരെ കളവാക്കുകയുണ്ടായി. ഇദ് ഖാല ലഹും അഖൂഹും സാലിഹുൻ, അവരുടെ സഹോദരൻ അവരോട് പറഞ്ഞ സന്ദർഭം, സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞപ്പോൾ ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക, അതൊക്കെ നിങ്ങൾ ചരിത്രം ഉൾക്കൊള്ളുക എന്ന് നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഉദ്കുറു എന്ന സൂചനയാണ് അതിനുള്ളത്. ഇത് ഖാല ലഹും, അദ്ദേഹം അവരോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കേണ്ടതാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നി ലക്കും റസൂലുൻ അമീൻ, നിശ്ചയമായി ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു, അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു എന്നവരോട് പറയുകയുണ്ടായി. പല പ്രവാചകന്മാരും പറഞ്ഞതായി സൂറത്തുൽ ആറാഫിൽ ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി വഅന ലക്കും നാസിഹുൻ അമീൻ എന്ന് പറയുകയുണ്ട്. ആ അമാനത്ത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഞാൻ അള്ളാഹുവിൻ്റെ, എൻ്റെ നാഥൻ്റെ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയും വിശ്വസ്തനുമാണ് എന്ന് പറയുകയുണ്ടായി. ആ ഗുണകാംക്ഷ നിറഞ്ഞ വാക്ക് തന്നെയാണ് ഇവിടെയും സാലിഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറയുന്നത്. ഇന്നി ലക്കും റസൂലുൻ അമീൻ ഫത്തഖുല്ലാഹ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക, വഅതിഊനി, എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്തുകൊള്ളുവീൻ എന്ന് അദ്ദേഹം അവരോട് ഉപദേശിക്കുകയാണ്. വീണ്ടും അവരുടെ പ്രതികരണം എന്തായിരുന്നുവെന്നും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും.